ജോഷില, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാവുകയാണ്. ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായി തന്നെ ജോസ് നല്ലേടം കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച പോലീസ് അന്വേഷണത്തിൻ്റെ ഇനിയുള്ള നടപടികൾ? ഷമി, പോലീസ് അന്വേഷണം സമഗ്രമായി തന്നെ നടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ജോസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ച ആളുകളെ കുറിച്ച് അന്വേഷിക്കും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മരിച്ചവരെ പോലും വെറുതെ വിടാത്ത ഒരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബത്തേരി അർബൻ ബാങ്ക് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിന്റെ ഭാരവാഹികൾ വാർത്താ സമ്മേളനം നടന്നിരുന്നു. അത് പത്മജയ്ക്കെതിരെ അല്ലെങ്കിൽ NM വിജയന്റെ കുടുംബത്തിനെതിരെയുള്ള ഒരു വാർത്താ സമ്മേളനം ആയിരുന്നു. അതിന്റെ സമഗ്രമായ ഒരു അന്തസത്ത എന്ന് പറയുന്നത് NM വിജയൻ വാർത്താ സമ്മേളനം ആയിരുന്നു. അതായത് NM വിജയന്റെ കുടുംബത്തെ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഭാവത്തിലാണ് അർബൻ ബാങ്ക് അധികൃതർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. കാരണം 63 ലക്ഷത്തിൽ പരം തുക അവിടെ ഇപ്പോഴും NM വിജയന്റെ പേരിൽ കടമായി നിലനിൽക്കുന്നുണ്ട്. ടി സിദ്ദിഖ് MLA യും അതുപോലെ തന്നെ AP അനിൽകുമാറും വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നടപടികളൊന്നും സ്വീകരിക്കാത്തത്. പാർട്ടി എപ്പോഴാണോ കൈവിടുന്നത് അപ്പോൾ നടപടികളുമായി മുന്നോട്ട് പോകും. അതായത് കോൺഗ്രസ് പാർട്ടി ഇവർക്ക് എന്തോ വലിയ ഔദാര്യം ചെയ്തു കൊടുത്തു എന്നുള്ള മട്ടിലാണ് ഇന്ന് അർബൻ ബാങ്കിന്റെ ഭാരവാഹികൾ ഇവിടെ വാർത്താ സമ്മേളനം നടത്തിയത്. ഒരു ഭാഗത്ത് NM വിജയൻ എന്ന കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മരിച്ച ഒരാളാണ്. ഇന്നലെ സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ മട്ടിലുള്ള ഒരു പ്രയോഗം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവിടെ ബത്തേരി ബാങ്കിലാണ് ഇനിയിപ്പോൾ ഇവരുടെ ബാധ്യതയുള്ളത്. ബാക്കി ബാധ്യതകളെല്ലാം ഏതാണ്ട് അവർ അവസാനിപ്പിച്ചു എന്ന മട്ടിലായിരുന്നു ഇന്നലെ സിദ്ദിഖ് പറഞ്ഞത്. അതായത് ഇനിയിപ്പോൾ ബത്തേരി ബാങ്കുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളൊന്നും ഉണ്ടാകില്ല, ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ആൾക്കാർ വാർത്താ സമ്മേളനം നടത്തുകയും ഇപ്പോൾ പത്മജയെ ഏതാണ്ട് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. ഇത് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി NM വിജയൻ എടുത്ത ബാങ്ക് വായ്പയല്ലല്ലോ, ഇത് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടി എടുത്തിട്ടുള്ള വായ്പകളല്ലേ. അവിടെ എങ്ങനെയാണത് വ്യക്തിപരമായി അതിനെ കാണാൻ കഴിയുക? തീർച്ചയായും ഷമി, അതാണ് ആ ഒരു യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്മജയ്ക്കെതിരെ അല്ലെങ്കിൽ NM വിജയന്റെ കുടുംബത്തിനെതിരെ ഒറ്റക്കെട്ടായി ഇവർ പടപൊരുതാൻ ഇറങ്ങിയിരിക്കുന്നു എന്നത്. കാരണം എല്ലാ ഭാഗത്തു നിന്നും ഒരു ഭാഗത്ത് KPCC യോഗം നടക്കുമ്പോൾ അവിടെ ചെന്ന് NM വിജയനും കുടുംബത്തിനുമെതിരെ പ്രസ്താവനകൾ ഇറക്കുക, അവർക്കെതിരെ വാദിക്കുക, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു എന്ന് അവിടെ നേതാക്കൾ പോയി പറയുക. അതേസമയം തന്നെ ഇവിടെ പ്രാദേശികമായി അർബൻ ബാങ്ക് ഭാരവാഹികളെ കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിക്കുക. ഇതൊക്കെ തന്നെ ആർക്കെതിരെയാണ്? ഒരുപക്ഷെ പൊളിറ്റിക്കലായി ഉള്ള എതിർകക്ഷികൾക്കെതിരെയാണെങ്കിൽ അത് ഉൾക്കൊള്ളാനെങ്കിലും ആവും, അത് രാഷ്ട്രീയമാണ് എന്നെങ്കിലും പറയാം. ഇത് രാഷ്ട്രീയം പോലുമല്ല, സ്വന്തം കുടുംബത്തിൽ, അതായത് കോൺഗ്രസ് കുടുംബത്തിന് വേണ്ടി ജീവിച്ചു മരിച്ച ഒരു വ്യക്തിയുടെ കുടുംബത്തിനെതിരെ, അതും ഒരു സ്ത്രീ മാത്രം ഇനി ആർജവത്തോടെ മുന്നോട്ട് പോകേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ആ സ്ത്രീ പോലും ഇപ്പോൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മുതിർന്നിരിക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഒരു സ്ത്രീയെ യുദ്ധം ചെയ്യാൻ മറുഭാഗത്ത് ശത്രുവായി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രകടനങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് മനുഷ്യത്വരഹിതമായ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ എന്നതാണ് വസ്തുത. അതിൽ ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുവരെ കോൺഗ്രസ് മുതിർന്നിട്ടില്ല. കോൺഗ്രസ് ഒരു കടവും വീട്ടാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അത് പത്മജ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആശുപത്രിയിൽ കിടക്കുമ്പോഴും പത്മജ പറഞ്ഞത് ഇത് തന്നെയാണ്. 63 ലക്ഷം രൂപ കടമുണ്ട് എന്നുള്ളത് ഇന്ന് അർബൻ ബാങ്കിന്റെ ഭാരവാഹികൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. അത് വന്നിരിക്കുന്നത് 2017 10 ലക്ഷം രൂപയായിരുന്നു ആദ്യം NM വിജയൻ എടുത്തത്. പിന്നീട് 2017 ആകുമ്പോഴേക്കും 2021 ആകുമ്പോഴേക്കും അത് 45 ലക്ഷം രൂപയായി മാറി. പിന്നീട് അത് 63 ലക്ഷം രൂപയായി. അത് മുതൽ കൂട്ടിയെടുത്തുകൊണ്ട്, ലോൺ തുക കൂട്ടിയെടുത്തുകൊണ്ടാണ് പലിശ അടക്കമാണ് 63 ലക്ഷത്തിന് മേലേക്ക് വന്നിരിക്കുന്നത്. ഈ പൈസയൊന്നും തന്നെ NM വിജയൻ കുടുംബത്തിലേക്ക് കൊണ്ടുപോയതല്ല എന്നുള്ളത് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലും പത്മജയുടെ പരാതികളിലും എല്ലാ പരാതികളിലുമുണ്ട്. ഇത് ബോധ്യപ്പെട്ടു എന്ന് തിരുവഞ്ചൂരും സണ്ണി ജോസഫും അടക്കം ഈ കുടുംബത്തെ അറിയിച്ചതാണ്. ഇത് തങ്ങൾക്കറിയാം NM വിജയൻ എന്തിനു വേണ്ടിയാണ് പണം
ചെലവഴിച്ചത് എന്നുള്ളത് ബോധ്യപ്പെട്ടു എന്ന് തിരുവഞ്ചൂരിന്റെ ഇന്നലെ പുറത്തേക്ക് വന്ന ആ ഓഡിയോ സന്ദേശത്തിൽ കൂടിയുണ്ട്, ആ ഫോൺ സന്ദേശത്തിലുണ്ട്. ആ സന്ദേശത്തിൽ ഉണ്ടായിട്ട് പോലും ഇതിനൊന്നും തന്നെ പരിഹാരം കാണാനല്ല ഈ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഈ കുടുംബത്തിലെ എന്തോ വലിയ പടയൊരുക്കം നടത്തുന്നത് പോലെയാണ്. ഒരേ സമയം KPCC യോഗത്തിൽ പോയിരുന്നു, അതേസമയം തന്നെ ഇവിടെ പ്രാദേശികമായും പട നയിക്കുന്ന രീതിയിലേക്ക്, ഒരു യുദ്ധം നയിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ആരോടാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതാണ് വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. ഷമി, തീർച്ചയായും ഇതിപ്പോ പത്മജയോടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ രീതിയിലേക്ക് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനിത് പറയുന്നു, നിങ്ങൾ എന്തിന് ഇത് ചോദിക്കുന്നു? ഇപ്പോൾ നമുക്കറിയാം, പത്മജ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, എല്ലായിടത്തും പോയി, പിന്നെ തിരുവഞ്ചൂരിനെ കോട്ടയത്തടക്കം പോയി കണ്ടു, സണ്ണി ജോസഫിനെ കണ്ടു. അതിനുശേഷം പിന്നീട് ഇവർ ഇതിൻ്റെ ഒരു നടപടിയും ഉണ്ടാകാതെ വരുന്ന സാഹചര്യത്തിൽ ഫോണിൽ വിളിക്കുകയാണ് ജോഷില. ഫോണിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ഈ സണ്ണി ജോസഫും ഈ സിദ്ദിഖും അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ. നിവൃത്തികെട്ടാണ് അവർ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ ദിവസവും കടക്കാർ വിളിച്ച് ഫോണിൽ ഇങ്ങനെ നിങ്ങൾ എപ്പോൾ പൈസ തരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു വീട്ടമ്മയ്ക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്. ഇത് 1-2 രൂപയല്ലല്ലോ, കോടികളുടെ ബാധ്യതകളല്ലേ, കോടികളുടെ ഏർപ്പാടുകളല്ലേ. ആ ഒരു അവസ്ഥയിൽ അവരിത് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ പ്രശ്നം. എന്ന് മാത്രമല്ല, ഇപ്പോൾ സഹകരണ ബാങ്ക് ഭാരവാഹികളെ ഇറക്കി ഭീഷണിപ്പെടുത്തുകയാണ്. ഏത്, ഇവർ താമസിക്കുന്ന വീടടക്കം പണയത്തിലാണല്ലോ, ആ പണയം ഇരിക്കുന്ന വീട് ഞങ്ങളുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ അവിടെ താമസിക്കുന്നത് എന്ന് പത്മജയെ ഓർമ്മിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ജോഷില, ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരമുണ്ട് എന്നുള്ളതാണ്. അതായത് AP അനിൽകുമാറും അതുപോലെ തന്നെ T സിദ്ദിഖും പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇതുവരെ ഞങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല, എന്തോ ഒരു ഔദാര്യം ചെയ്തതുപോലെയാണ്. അതായത് കടമായി നിലനിൽക്കുന്നുണ്ട് ഈ കുടുംബത്തിന് എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ്. അതായത് താൽക്കാലികമായി ഒരു നേതാവ് വിളിച്ചു പറഞ്ഞത് കൊണ്ട്, ഒരു MLA വിളിച്ചു പറഞ്ഞത് കൊണ്ട് ആ കടമല്ലാതായി മാറുന്നില്ല. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം 63 ലക്ഷത്തിൽ പരം രൂപ കടമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് അവർ എന്തോ ഔദാര്യം ചെയ്തതുപോലെയാണ് പറയുന്നത്. ഞങ്ങൾ ഇതുവരെ ഇല്ല, പക്ഷെ പാർട്ടി കൈവിട്ടാൽ, അതായത് കോൺഗ്രസ് പാർട്ടി നേതാക്കളും കൈവിട്ടാൽ ഞങ്ങൾക്ക് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള രീതിയിലാണ് അവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. അതിൽ വലിയൊരു ഭീഷണി പത്മജയുടെ നേരെയുണ്ട്. അതാണ് ജോഷില, ഞങ്ങള് പറയുന്നത് കേട്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഒരു വാലാട്ടിയായി നിന്നാൽ നിങ്ങളെ ഞങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരിഗണിക്കാം. അതല്ല, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇവർ നല്ല ആത്മാഭിമാനമുള്ള മനുഷ്യരാണ്. അതുകൊണ്ടാണല്ലോ NM വിജയൻ അത്രയും കടം വന്നപ്പോൾ ആരോടും കണക്ക് പറയാൻ നിൽക്കാതെ, ആരോടും പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ മനസ്സ് വരാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹം മകനെയും കൊന്ന് ആത്മഹത്യ ചെയ്തേണ്ടി വരുന്നത്. അദ്ദേഹത്തിൻ്റെ മരുമകളായി വരുന്ന ഒരാളും അതേ നിലവാരത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. ഇവരുടെ മറ്റേ ഭീഷണിക്ക് വഴങ്ങി നിൽക്കുന്ന ഒരാളല്ലല്ലോ പത്മജ. അതായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ ചൊടിപ്പിക്കുന്നത്. നിങ്ങൾ എന്റെ കത്തുമായി കോൺഗ്രസ് നേതാക്കളെ സന്ദർശിക്കണം, കോൺഗ്രസ് നേതാക്കൾക്ക് ഇത് കൊടുക്കണം എന്റെ മരണശേഷം എന്ന് എഴുതി വെച്ച ആളാണ് NM വിജയൻ. അത്ര പോലും പാർട്ടിക്കെതിരെ ഒരു തരത്തിലും ഒരു നീക്കം നടത്താത്ത, എന്നാൽ കുടുംബം പട്ടിണിയായി പോകും അല്ലെങ്കിൽ കുടുംബവും എന്റെ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് മാത്രം ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച് ഇതിൽ കൃത്യമായി ഏതൊക്കെ പണം ഏത് രീതിയിൽ താൻ വിനിയോഗിച്ചു, അത് കോൺഗ്രസ് പാർട്ടിക്ക് എത്രത്തോളം പോയി, കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾക്ക് ആർക്കൊക്കെയാണ് കൊടുത്തത് എന്ന് വിശദമായി എഴുതി വെച്ചിട്ടും അത് മറ്റൊരാൾക്ക് കൈമാറരുത്. ഇത്ര ദിവസം നിങ്ങൾ നേതാക്കളുടെ അഭിപ്രായം, നേതാക്കൾ എന്താണ് തീരുമാനമെടുക്കുന്നതെന്ന് കാത്തു നിൽക്കണം, എന്നിട്ട് നിവൃത്തി ഇല്ലാതാകുമ്പോൾ മാത്രമേ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാവൂ എന്ന് പറഞ്ഞ അത്രയും അടി മുതൽ മുടി വരെ കോൺഗ്രസ് ആയി നിലകൊണ്ട NM വിജയന്റെ കുടുംബത്തോടാണ് ഇപ്പോൾ യുദ്ധപ്രഖ്യാപനവുമായി T സിദ്ദിഖ് അടക്കമുള്ള പുതിയ തലമുറയിലെ നേതാക്കൾ, T സിദ്ദിഖ് അടക്കമുള്ള AP അനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഇത്തരം ഭീഷണി സ്വരവുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കണം. അതായത് ആ കുടുംബം കൂടി അങ്ങ് പോയി കിട്ടിയാൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ ആകെ ആ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാനുള്ളത് പത്മജ മാത്രമാണ്. മകൻ തളർന്നു, പത്മജയുടെ മക്കളാണ് ഈ ബാക്കിയുള്ളത്. അവരൊക്കെ തന്നെ ചെറിയ കുട്ടികളാണ്. അവർക്കൊന്നും തന്നെ ഈ സമൂഹത്തിൽ ഇത് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ഈ ഒരു വലിയ പ്രസ്ഥാനത്തോട് എതിർത്ത് നിൽക്കാൻ, ഈ നേതാക്കളോട് എതിർത്ത് നിൽക്കാൻ സാധിക്കുകയില്ല.
പത്മജ കൂടി പോയാൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ അവരെ അടക്കി നിർത്താൻ അല്ലെങ്കിൽ അവരുടെ വായ് മൂടിക്കെട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇന്ന് അർബൻ ബാങ്ക് ഭാരവാഹികളെ അടക്കം രംഗത്തിറക്കിയിരിക്കുന്നത്. ഇത് തീർച്ചയായും ഒരു രാഷ്ട്രീയ ഭീഷണി തന്നെയാണ് ഇന്ന് ഉയർത്തിയിരിക്കുന്നത് എന്ന് വേണം കരുതാം.